വയറ്റിൽ കത്രിക കുടുങ്ങിയ അർഷിന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന സത്യാഗ്രഹം നടത്തും. സർക്കാർ വിദഗ്ധ ചികിത്സ നൽകണം, നിയമ പോരാട്ടത്തിനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ബുധനാഴ്ച നടക്കുന്ന സത്യാഗ്രഹം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ അവർ ഗുരുതരമായ രോഗം ബാധിച്ച ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അവർക്ക് വിദഗ്ധമായ ചികിത്സ സർക്കാർ ഉറപ്പുവരുത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാർ നിയമിക്കണം. ഹർഷിന ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ആ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ തയ്യാറാകണം. ഹർഷിനയോട് സർക്കാർ കാണിക്കുന്ന അനീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വരുന്ന 8-ാം തീയതി സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഏകദിന സത്യാഗ്രഹം നടത്തുകയാണ്. ടി നന്ദഗോപാൽ ചേരുന്നു. നന്ദഗോപാൽ, ആരോഗ്യമന്ത്രി നേരിട്ട് നൽകിയ ചില ഉറപ്പുകൾ ഉണ്ടായിരുന്നു അർച്ചനയ്ക്ക്. അത് പാലിക്കപ്പെടാത്തതാണോ ഇത്തരത്തിൽ സത്യാഗ്രഹത്തിലേക്ക് കടക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? വർഷങ്ങളായി ഹർഷിന ഈ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. ഇപ്പോഴും ഇവർക്ക് ആരോഗ്യപരമായി നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വിദഗ്ധമായ ചികിത്സ ഉറപ്പ് നൽകണമെന്നുള്ളതാണ് ഇവരുടെ ഒരാവശ്യം. അതിനോടൊപ്പം തന്നെ സർക്കാർ നിയമ പോരാട്ടത്തിനായി ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കൂടെ നിയമിക്കണമെന്ന് കൂടെ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ ഈ നിയമ പോരാട്ടം മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അത് വീണ്ടും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ കൂടെ തരണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇത്തരം രണ്ട് കാര്യങ്ങൾ കൂടെ ചൂണ്ടിക്കാട്ടുകയും അതിനോടൊപ്പം ഹർഷിനയ്ക്ക് കൃത്യമായ നഷ്ടപരിഹാരം ഇനിയും കിട്ടിയിട്ടില്ല. 2 ലക്ഷം രൂപയാണ് അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് അപമാനിക്കുന്നതിന് തുല്യമാണ്. കുറഞ്ഞത് 5 ലക്ഷമെങ്കിലും നഷ്ടപരിഹാരമായി നൽകണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ നഷ്ടപരിഹാരം കൂടെ കിട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന സത്യാഗ്രഹം ഇരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ബുധനാഴ്ചയാണ് സത്യാഗ്രഹം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യും. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. അതിനുശേഷം ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് വരെ സമരങ്ങൾ നീളും എന്നുള്ളത് കൂടെ ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്.